ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ കുറേ അധികം ഓർമ്മകളുണ്ട്. എനിക്കങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടൊന്നും. പക്ഷേ ഇപ്പോൾ അമ്മയുടെ കഥയൊക്കെ പറയുന്ന സമയത്ത് ഒരു ചെറിയ സങ്കടത്തോടു കൂടി ഒരു കഥയാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവ് എന്ന് പറഞ്ഞാൽ 18ാമത്തെ വയസ്സിന് ശേഷം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ 18 തൊട്ട് ഒരു 23 വയസ്സ് വരെ തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോലും എനിക്ക് എൻ്റെ ഉമ്മയുടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വളരേണ്ടി വരുന്നത് ഒരു ഭയങ്കര ഗതികേടത്. ചിലപ്പോൾ അനുഭവിച്ചവർക്ക് ചിലപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ തൊട്ടടുത്തുണ്ട്, പക്ഷെ വിദേശത്താണെങ്കിൽ നമുക്ക് അങ്ങനെ സമാധാനിക്കാം. അപ്പം കോണ്ടാക്ട് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, ഭക്ഷണം ഉണ്ട്. ഞാൻ ഭയങ്കര കൊതിയോട് വിളിച്ച് ചോദിച്ചിട്ടൊക്കെ ഉണ്ട് ഒരു പക്ഷേ. എങ്കിലും ഉമ്മ ഭയങ്കര സ്നേഹോട്ടാന്നും. പക്ഷെ ഉമ്മയുടെ അവസ്ഥ ഇല്ലല്ലോ. ഉമ്മ പിന്നെ ഹൗസ് വൈഫാണ്, ഡിപ്പെൻഡഡ് ആണ് പാരന്റ് മറ്റുള്ളത്. അപ്പം ഉമ്മക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ അങ്ങനെയൊന്നും പറ്റാതെ ഒരു 5 വർഷം കടന്നുപോയ ഒരാളാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, എൻ്റെ ഉമ്മയുടെ കൂടെയാണ്, വാപ്പയുടെ കൂടെയൊക്കെയാണ്. അപ്പം അവിടെ നിന്ന് ഇപ്പം അത് ഭക്ഷണം കഴിക്കുമ്പം ഭയങ്കര ഞാൻ ആലോചിച്ച് നോക്കാം, ഞാൻ സ്വപ്നം കണ്ടതൊക്കെ നടക്കുന്നു എന്നുള്ള വലിയൊരു സന്തോഷവും കൂടിയുണ്ട്. അപ്പം പൊതുവേ ഈ അമ്മയുടെ കഥയൊക്കെ പറയുമ്പോഴത്തേക്ക് 5 വർഷമൊക്കെ കഴിക്കാതിരുന്നതിൻ്റെ ഒരു പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡില്ലെങ്കിൽ ആ സമയത്ത് പുറത്തുനിന്ന് കഴിക്കുക, മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കുക. അല്ല, ഒന്ന് ഓർത്ത് നോക്കൂ, ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരാളായി മാറിയിരിക്കുകയാണ്. അതാണ്. അത് മാത്രമല്ല, എല്ലാം ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിലേക്ക് വന്നില്ല. അതാണ് പക്ഷെ എനിക്ക് തോന്നുന്ന വലിയ സന്തോഷം. ഇപ്പൊ ഞാൻ കാരണം മറ്റുള്ളവരുടെ ഫാമിലിയിലും കൂടി ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായി എന്ന് കേൾക്കുന്നത് ഭയങ്കര പ്രൗഡ്. എനിക്ക് ഇന്ന് പോലും ഒരു കോളിൽ അത് കേൾക്കാൻ പറ്റി. അപ്പം ഈവൻ ഞാനിപ്പം ഇങ്ങനെ ജീവിച്ചു വരുന്ന രീതികൾ കണ്ടിട്ട് ആ വീട്ടിലുള്ള കുട്ടീനെ ആ വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. അതിന്റെ ഒരു പാർട്ടാവാൻ പറ്റിയത് വലിയൊരു മാറ്റമാണ് അത് ശരിക്കും. പറഞ്ഞ പോലെ തിരികെ അമ്മയുടെ അരികിലേക്ക് തന്നെ വരാനും വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതെ, ഇന്നിപ്പോ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു തന്നിട്ട് ആ റെസിപ്പി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളാട്ടോ. അതിലേക്ക് എത്തി. അതിന് കേൾക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും.